പ്രശ്നത്തിലല്ലാതെ മറ്റൊരു പ്രശ്നത്തിലും അങ്ങനെ കാര്യമായിട്ടുള്ള പരാതി ഉണ്ടാവുന്നില്ല. തീർച്ചയായും അത് ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്ന രാഹുൽ ഈശ്വറിനോട് നമുക്കൊന്ന് ചോദിക്കാവുന്നതാണ്. രാഹുൽ ഈശ്വർ, താങ്കൾ ഇത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു, ഇതുപോലെയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു വിഷയത്തിലല്ലാതെ ബാക്കിയെല്ലാം വളരെ സ്മൂത്തായി കാര്യങ്ങൾ നടക്കുന്നുവോ? ഒരു കാര്യം വളരെ വിനയപൂർവ്വം ഓർപ്പിച്ചോട്ടെ, ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യ ഭരിക്കാൻ ഭക്തി വേണ്ട, പക്ഷേ ദേവസ്വം ബോർഡ് ഭരിക്കാൻ ഭക്തി വേണം. ഇന്ത്യയും ദേവസ്ഥാനങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് തികച്ചും അനുചിതമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ട്, ഇതിൽ മാത്രമല്ല, പലപ്പോഴും വെള്ളം കിട്ടുന്നില്ല, പല ഓക്സിജൻ. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ സുരേന്ദ്രനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം 2 ദിവസം മുമ്പ് അവിടെ ഒരു സമര രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയുണ്ട്. മാത്രമല്ല പല ഭക്തരും ഞങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്. അരവണയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ വെള്ളം കിട്ടുന്നതിന് പ്രശ്നങ്ങളുണ്ട്, ബാക്കി സൗകര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ക്രമീകരണങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹത്തോട് യോജിക്കുന്നു, തിരക്കുണ്ട് എന്ന് ഒരു ന്യായമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ ന്യായത്തിന്റെ പേരിൽ ബാക്കി എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കുന്ന പ്രവണത ശരിയല്ല. തെറ്റുണ്ടെങ്കിൽ ഏറ്റുപറയുക. റഷ്യയെന്നും അമേരിക്കയെന്നും സൗദി അറേബ്യയെന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരോട് വരുമ്പോൾ അതൊരു ഗവൺമെന്റിന്റെ ഇൻഎഫിഷ്യൻസിയെ, കെടുകാര്യസ്ഥതയെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേടിനെ അവർ കരുതൂ. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇനിയും ഭാവിയിൽ ദേവസ്വം ബോർഡും ഞങ്ങളാൽ കഴിയുന്ന തന്ത്രിമാരും പൂജാരിമാരും മേൽശാന്തിമാരും പരികർമ്മിമാരും എല്ലാവരും ഒരുമിച്ച് അതിന്റെ നന്മയിലേക്ക് പോവാം. പക്ഷെ തെറ്റുണ്ടെങ്കിൽ ഏറ്റുപറയുക, ബാക്കിയുള്ളവരെ കുറ്റം ഏൽപ്പിക്കാതിരിക്കുക, ഭക്തരുടെ മേൽ കുറ്റം ചാർത്താതിരിക്കുക. തെറ്റുണ്ടെങ്കിൽ അഭിമാനപൂർവ്വം ഏറ്റുപറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഇത്തരം കാര്യങ്ങൾ കൂടെ നന്നാവാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അല്ലാതെ ഒരിക്കലും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ശ്രീ ജി രാമൻ നായർ, ദേവസ്വം മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി അവിടെ ഒരു ശുദ്ധീകരണം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ ശബരിമലയിൽ അഴിമതിക്കെതിരെ നടത്തുന്ന ഒരു ശുദ്ധീകരണം, അത് നടത്തുന്നതിന് വിഘാതമായിരിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണെന്ന് താങ്കളുടെ അനുഭവത്തിൽ എന്തു തോന്നുന്നു? അവിടെ ഒരു സമൂലമായ മാറ്റത്തിന്